ഓപ്പൺ ഷൂ വെച്ചിട്ട് ആ കാലെ ചവിട്ടി നഖം ഇളകിയിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് ട്രീയുടെ അടിവശത്തെ കമ്പി വെച്ചാണ് അവരെ അടിച്ചത്. അത് അവർ കയ്യെ തടഞ്ഞപ്പോഴാണ് കൈക്ക് This holiday season on Book Kids, your best friend is here with all new episodes, even before TV. 50 new exciting stories and lots of fun. Watch the all-new never seen before episodes of Peppa Pig before TV or beyond Book Kids. Download now. Back on Nickelodeon. Okay. ഞാൻ പോയി കിടക്കുക. അരി ഉണ്ടാക്കാൻ ഞാൻ പോയി. നിങ്ങളുടെ വീട്ടിലല്ലേ ഇരിക്കുന്നത്? വീട്ടിലല്ലേ വെള്ളം ഇട്ടത്. ഏത് സ്റ്റേഷനിൽ പോകണം? പരാതി കൊടുക്കണം. അല്ലാതെ അമ്മ എവിടെ കസേരയിൽ കൊണ്ടാക്കണ്ട. ഞാൻ ഇപ്പൊ എടുത്തേച്ച് വരട്ടെ. മെനഞ്ഞാന്ന് രാത്രിയിൽ ഈ ചെറുപ്പക്കാരൻ ഇവിടെ ഹസ്ബൻഡിനെ ഇവിടെ പുറത്താക്കിയിട്ട് ഈ സാധനങ്ങളെല്ലാം വലിച്ച് വെളിയിലിറക്കിയിട്ട് കഥ അടച്ച് പുറത്താക്കി. അന്ന് ഞങ്ങൾ ക്ഷമിച്ച്. ഇന്നലെ ഞാൻ ആ പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഈ അമ്മയെ അവിടെ എടുത്തിട്ട് ഉപദ്രവിച്ച് ആ വീട്ടിലെ കഥവും ജനലും എല്ലാം അവിടെ ചവിട്ടി ഇളക്കി. നിങ്ങൾ അതോട്ട് ഒരു വീഡിയോ എടുക്കണം. ചവിട്ടി ഇളക്കി അവിടുത്തെ സാധനങ്ങൾ എല്ലാം അടിച്ച് പൊട്ടിച്ചതിന് ശേഷം ഈ ഓപ്പൺ ഷൂ വെച്ചിട്ട് ആ കാലെ ചവിട്ടി നഖം ഇളകിയിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് ട്രീയുടെ അടിവശത്തെ കമ്പി വെച്ചാണ് അവരെ അടിച്ചത്. അത് അവർ കയ്യെ തടഞ്ഞപ്പോഴാണ് കൈക്ക് മുറിവുണ്ടായത്. ഈ നിൽക്കുന്ന സാഹചര്യം ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ കാണുന്നത് ഇവരെ വെളിയിലാക്കി കഥ അടച്ചിട്ട് ഇവർ റോഡിൽ നിൽക്കുകയാണ് കരഞ്ഞുകൊണ്ട്. ആ സാഹചര്യം ഞങ്ങൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്പോട്ടിൽ വന്നു. ഞങ്ങൾ കാറിനകത്ത് സ്റ്റേഷനിൽ അവരെ കൊണ്ടുചെന്ന് കാര്യം ബോധ്യപ്പെടുത്തിയിട്ട് ചൂണ്ടലമുക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്ന് അവർക്ക് വൈദ്യസഹായം കൊടുത്തിട്ട് ഞങ്ങൾ പരാതി ഫോർവേഡ് ചെയ്തു. ഇവര് ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള സ്ത്രീയാണ്, WMA കാരിയാണ്, ഇവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഉറുദു മതത്തെ പഠിപ്പിക്കുകയാണ്. ഇവര് നോർമൽ അല്ല. അതിനുശേഷം അതിനുശേഷം ഞങ്ങൾ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന സമയത്ത് ഈ കഥ അടച്ചതിന് ശേഷം ഈ തള്ളയെ മോനെ ഒരു വീട്ടിൽ കയറ്റത്തില്ല ഈ സ്ത്രീ. അപ്പൊ ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ കേസ് കൊടുക്കാനാണ് പറയുന്നത്. അവസാനം വീണ്ടും ഞങ്ങൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ നിന്ന് ആള് വന്ന് കഥ തുറന്നപ്പോൾ ഇവന്റെ മൂത്ത കുഞ്ഞ്, അതായത് ഇവിടെ മൂത്ത മോള് ഒരു 6 വയസ്സേ ഉള്ളൂ. അത് ഇറങ്ങി വന്ന ആദ്യം പോലീസുകാരത്ത് പറയാണ് അച്ഛന് അവളെ പീഡിപ്പിക്കാൻ, അവളെ പപ്പ അവളെ പീഡിപ്പിക്കാൻ, ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. എന്തോ ആ കൊച്ചിനെ പറഞ്ഞു പഠിപ്പിച്ച് ഈ ഇവരുടെ ഭർത്താവിനെ ജെയ്സിനെ അകത്താക്കാൻ വേണ്ടി അവൾ നടത്തിയൊരു ശ്രമമാണ്. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർക്ക് വസ്തുത മനസ്സിലായതുകൊണ്ട് അവരത് ഗവനിച്ചില്ല. അതിനുശേഷമാണ് ഇവരെ പെരക്കാതിൽ കയറാൻ ഇവൾ സമ്മതിച്ചത്. ഇവളെ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള സ്ത്രീയാണ്. ഒരു കാരണവശാലും ഇവളെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു വീടെന്നുള്ള രീതിയിൽ വഴക്കുണ്ടാകുന്ന സമയത്ത് ഇവന്റെ ഭാഗത്തുള്ള ചെറിയ മിസ്റ്റേക്കുകൾ അവൾ വീഡിയോ എടുത്തു വെച്ചിട്ട് അവനെ വലിയ പ്രശ്നക്കാരായിട്ട് ചിത്രീകരിച്ചു. നൗഷാദ് ബാക്കവി ചെറിയങ്കിലാണ്. ക്ലിയർ ഉണ്ടോന്ന് അറിയില്ല. കണ്ണൂരാണുള്ളത്. പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട യാത്രയിലാണ്. ഇപ്പോ ലൈവിൽ വന്നത് ഒരു പ്രായം ചെന്ന മാതാവിനെ വളരെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ ഇടയായി. ക്രൂരമായ രീതിയിൽ ആ പ്രായം ചെന്ന മാതാവിന്റെ ശരീരത്തെ ചവിട്ടി നിലത്തിടുകയും കുറേയധികം സമയം അവരെഴുന്നേറ്റ് റൂമിലിരുന്ന് അവരുടെ കൈയും കാലും ഒക്കെ തടവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ പിന്നീട് ആ പ്രിയപ്പെട്ട മാതാവ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ കാണാനിടയായി. ഞാനിന്ന് 4 മണിക്കൊരു പ്രോഗ്രാം കണ്ണൂരുണ്ടായിരുന്നത് കൊണ്ട് അതിന്റെ ബാക്കി ഡീറ്റെയിൽസുകളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ദയവ് ചെയ്ത് ആരെങ്കിലും ആ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുമെങ്കിൽ, ഏത് ജില്ലയെന്ന് പോലും എനിക്കറിയില്ല, 1-2 പേര് കൊല്ലം ജില്ലയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ ആർക്കെങ്കിലും ബന്ധപ്പെടാൻ കഴിയുമെങ്കിൽ അവിടുത്തെ അധികാരികളോട് സംസാരിച്ചാൽ സ്നേഹസാഗരത്തിന്റെ പ്രവർത്തകരെയും ആംബുലൻസിനെയും ആ സ്റ്റേഷനിലേക്ക് വിടുകയും
ആ പ്രിയപ്പെട്ട മാതാവിനെ വളരെ സന്തോഷത്തോടു കൂടി ഒരു വിഷമവും ഏൽപ്പിക്കാതെ, ഒരു പോറലും ഏൽപ്പിക്കാതെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്നുകൂടി അറിയിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന്, വളരെ പെട്ടെന്ന് അതിന്റെ ചെയ്തത് വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യാവുന്നതാണ്. ഏതായാലും മാനുഷിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത, പ്രായം ചെന്നവർക്ക് ഒരു സമാധാനവും സ്വസ്ഥതയും കൊടുക്കാത്ത, അവർക്കൊരു പരിഗണനയും കൊടുക്കാത്ത വളരെ ദയനീയമായ ഇത്തരം ദൃശ്യങ്ങൾ സഹിക്കാവുന്നതിനും അപ്പുറമാണ്. സ്നേഹസാഗരം എന്നത് ഇതുപോലെ ഒരുപാട് അമ്മമാർക്കും ഉമ്മമാർക്കും ഉപ്പമാർക്കും അച്ഛന്മാർക്കുമുള്ള അഭയകേന്ദ്രമാണെന്ന് നിങ്ങൾക്കറിയാം. അവിടുത്തെ സ്റ്റാഫുകൾ അവരെ നോക്കാൻ വളരെയധികം സന്തോഷത്തോടു കൂടി കൈകാര്യം ചെയ്യാനും ഭക്ഷണം കൊടുക്കാനും തയ്യാറാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് വളരെ പെട്ടെന്ന് ആ മാതാവിനെ സ്നേഹസാഗരത്തിലേക്ക് എത്തിക്കണമെന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ മൊത്തം ഈ ഒരു വൃദ്ധയായ സ്ത്രീയുടെ ഒരു മർദ്ദിക്കുന്ന ഒരു വീഡിയോ നാം കണ്ടവരാണ്. വല്ലാത്ത ഒരു വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് നാം കണ്ട കൂട്ടത്തിൽ ഏറ്റവും ആ പേരക്കുട്ടികളെ കൊണ്ട്, മരുമകൾ തന്റെ മക്കളെ കൊണ്ട് ആ ഉമ്മയെ ചീത്ത പറയുന്ന വാക്കുകൾ. തീർച്ചയായും ഒരു അധ്യാപിക കൂടിയാണ് ഈ മർദ്ദിക്കുന്ന ഒരു ടീച്ചറും കൂടിയാണ്. ഇവരിൽ നിന്ന് എന്തൊക്കെയാ കുട്ടികൾ പഠിക്കാൻ പോകുന്നത്? ഉറപ്പായും നീ അനുഭവിക്കും ഇത്. നിന്റെ മക്കളെ കൊണ്ട് തന്നെ നീ ഇത് അനുഭവിക്കാതെ കണ്ട് നീ മരിക്കില്ല. കാരണം ഒരു ഉമ്മയെ, അതുമല്ലാതെ ആ ഉമ്മയെ ഇത് ഇന്നും ഇന്നലെയല്ല, ഒരുപാട് ദിവസങ്ങളായി ഇങ്ങനെ മർദ്ദിക്കാനും പേടിപ്പിക്കാനും ആക്രമിക്കാൻ തുടങ്ങിയത്. ഒടുവിൽ പല നാള് കള്ളൻ ഒരു നാള് പെടി എന്ന് പറയുന്നത് പോലെ ഈ ഉമ്മയും ആ ഉമ്മയുടെ മകനും ഈ ഭാര്യയെ പേടിച്ച് ജീവിക്കുകയാണ്. കാരണം പല വീഡിയോസുകളും പല വോയിസുകളും ഇവൾ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. ഗാർഹിക പീഡനത്തിനെതിരെ കേസ് കൊടുക്കുമെന്നും പല വിധത്തിൽ ഇവരെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത് വലിയൊരു പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ട് ആ കുടുംബം ഇതെല്ലാം ഒതുക്കിയിരിക്കുകയാണ്. രണ്ടാളെ എന്നിട്ട് ഭരിക്കുകയാണ്. ഈ ഉമ്മയുടെ സ്വന്തം വീടാണ്, എന്നിട്ട് പോയി ഉമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. ഈ സഹോദരി വിചാരിച്ചത് ഇതൊക്കെല്ലാം നടക്കുമെന്നാണ്. നിന്റെ മക്കളെ കയ്യിൽ നിന്ന് നീ അടി വാങ്ങിക്കാതെ ഈ ലോകത്ത് നീ മരിക്കുകയില്ല. ഉറപ്പാണ്, നീ അനുഭവിക്കുക തന്നെ ചെയ്യും. ഈ അടുത്ത് ഒരാൾ പറയുന്നത് ഞാൻ കേട്ട്, അതായത് ഒരു പെട്ടിക ഉണ്ടാക്കുന്നുണ്ട്, പെട്ടി ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടി ചോദിച്ചു ഇത് എന്തിനാണെന്ന്. അപ്പോൾ പറഞ്ഞു വീട്ടിൽ ഉമ്മ വല്ലാത്ത കച്ചറ ഉണ്ടാക്കുന്നുണ്ട്, ഉമ്മ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഉമ്മ ഇതിലിട്ട് കൊണ്ടുപോയി കാട്ടിൽ കളയാൻ വേണ്ടിയാണ്. അങ്ങനെ പെട്ടിയെല്ലാം ശരിപ്പെടുത്തി ഉമ്മയെ അതിലിട്ട് കൊണ്ടുപോയി കളയാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ മകനെയും കൂട്ടി കൊണ്ടുപോകുന്നു. ആ സമയത്ത് മകൻ പോകുന്ന സമയത്ത് ചോദിച്ചു, ഉമ്മയെ കളയുമ്പോൾ ഈ പെട്ടിയും അതോ കൂടെ കളയുമോ, അല്ല പെട്ടി തിരിച്ചു കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു. ഇല്ല, പെട്ടിയും കളഞ്ഞു വരുന്നു പറഞ്ഞു. അപ്പൊ പറഞ്ഞു പെട്ടി കളയണ്ട, പെട്ടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പെട്ടി എന്തിനാ ആവശ്യം ചോദിച്ചു. കാരണം കുറച്ച് സമയമാകുമ്പോൾ വാപ്പവും പ്രായമാകുമല്ലോ, അപ്പൊ ഉമ്മാക്കും പ്രായമാകുമല്ലോ, അപ്പൊ ഉമ്മയും വാപ്പയും വീണ്ടും കളയാൻ വീണ്ടും പണം കൊടുത്തിട്ട് പെട്ടി ഉണ്ടാക്കണല്ലോ. അതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കണം. അതുകൊണ്ട് ഈ പെട്ടി തിരിച്ചു കൊടുന്നാൽ നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ നിങ്ങളെ കൊണ്ടുപോയി കളയാൻ വളരെ സൗകര്യമോ, അതുകൊണ്ട് പെട്ടി കളയണ്ട എന്ന് മോൻ പറഞ്ഞു. ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. തീർച്ചയായും തലയിൽ ഒഴിച്ച വെള്ളം കാലിലെത്തുമെന്ന് പറഞ്ഞതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഇസ്ലാമൊക്കെ പല രീതിയിൽ എല്ലാ മതങ്ങളും ഉമ്മയെ ബഹുമാനിക്കുന്ന വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും കൂടുതൽ നല്ല നിലക്ക് വർത്തിക്കേണ്ടത് ആരെയോടാണ്? ഉമ്മയോടാണ് എന്ന് പറയുന്ന ഹദീസുകൾ നാം കേട്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് വരുന്ന മരുമക്കൾ, ചിലയിടത്ത് മരുമക്കളെ ഭരിക്കുന്ന അമ്മായിമ്മമാരുണ്ട്, വല്ലാത്ത ഉപദ്രവിക്കുന്ന ദ്രോഹിക്കുന്ന. ചിലയിടങ്ങളിൽ മരുമക്കൾ അമ്മയെ ഭരിക്കുന്നവരുണ്ട്. തീർച്ചയായും ഇത്തരത്തിലുള്ള അതിക്രമം ചെയ്യുന്ന, പീഡനം ചെയ്യുന്നവർ ഇതിന്റെ ശിക്ഷ ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിക്കാൻ പോകും. ഇനി പെൺകുട്ടിക്ക് ഇപ്പൊ പ്രശ്നങ്ങളായി, കേസുകളായി, ഇനി ഒരു 5-6 വർഷങ്ങൾ ജയിൽ കഴിയും, വീണ്ടും തിരിച്ചു വരും. പ്രിയപ്പെട്ടവരെ, ഇവർക്ക് മാതൃകപരമായ ശിക്ഷ കൊടുക്കണം, ഒരിടത്ത് പോലും അനുഭവിക്കാൻ പാടില്ല. വലിയ സന്തോഷമായത് മറ്റൊരു വീഡിയോ, നൗഷാദ് ബാഖവിയുടെ ഒരു വീഡിയോ കാണാൻ സാധിച്ചു. അദ്ദേഹം ആ വീഡിയോ കണ്ട ഉടനെ
ഒരു ലൈവിൽ വന്ന് പറയുന്നുണ്ട്, ആ ഉമ്മയെ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വലിയ സന്തോഷമായി. ആ വീഡിയോ ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ഉമ്മമാർക്ക് ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു ആരോഗ്യം നൽകട്ടെ. അവരെ മരണം വരെ പൊന്നുപോലെ നോക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു പൊറുത്തു കൊടുക്കട്ടെ. ഇവിടെ ഖബർ അല്ലാഹു വിശാലമാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഉമ്മമാരെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്മായിമ്മയെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായും നിങ്ങളുടെ മക്കൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോ അതേ മക്കളുടെ ഭാര്യ ഉണ്ടല്ലോ, നിങ്ങൾക്ക് മരുമകളാകും. ആ മരുമകളെ നിങ്ങൾ ഈ പീഡന അനുഭവിക്കാതെ കണ്ട് ഈ ലോകത്തിന് ഇവിടെ പറയുകയില്ല. തീർച്ചയായും ഉമ്മയുടെയും അമ്മായുടെയും മനസ്സ് വേദനിപ്പിക്കുന്നവർ അത് അനുഭവിക്കുക തന്നെ ചെയ്യും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ സമുദായത്തിൽ ഇങ്ങനെ ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കുന്നു. അമ്മായിമ്മയും ഉമ്മയും ദ്രോഹിക്കുന്നവർ അവരൊക്കെ അനുഭവിക്കുക തന്നെ ചെയ്യും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.